അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അള്ളാഹ് ഖത്തറുന്നത ക്ലാസ് തുടരുകയാണ്. നമ്മൾ മഫായിലുകളെ കുറിച്ചാണ് ചർച്ച തുടങ്ങിയത്. ഇതിലത് രണ്ടാമത്തേത് നമുക്ക് പറയണം. അൽ മഫ്ഊലുൽ മുത്ലഖാണ് നമുക്ക് പറയാനുള്ളത്. അൽ മഫ്ഊലുൽ മുത്ലഖ് എന്താണെന്ന് നമ്മൾ ചെറു കിതാബിൽ നിന്നും മറ്റു കിതാബുകളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. അൽ മഫ്ഊൽ മുത്ലഖിന് മൂന്ന് ഹാലുകളുണ്ട്, മൂന്നവസ്ഥകളുള്ളത്. അത് ഒന്ന് ആ ഫീലിനെ തൗക്കീദ് ചെയ്യാൻ വേണ്ടി, ശക്തിപ്പെടുത്താൻ വേണ്ടി വരും. ദറബ്തു ദർബത്തൻ പോലെ, കല്ലംതു മുഹമ്മദൻ തക്ലീമൻ ഒക്കെ പോലെ. രണ്ടാമത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തിയുടെ എണ്ണത്തെ ഒന്ന് ബയാൻ ചെയ്യാൻ വേണ്ടി വരും. സിർത്തു സൈറത്തൈനി, രണ്ട് സഞ്ചാരം, സിർത്തു സൈറത്തൈനി, ഇങ്ങനെ ആ പ്രവൃത്തിയുടെ എണ്ണത്തൊന്ന് ബയാൻ ചെയ്യാൻ വേണ്ടി വരും. അതേപോലെ മൂന്നാമത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തിയുടെ നൗഅനെ, ആ ഇനത്തെ ഒന്ന് ബയാൻ ചെയ്യാൻ, ഏത് നിലക്കുള്ള പ്രവൃത്തിയാണ് അതിനൊന്ന് നൗഅ ചെയ്യുക, അതിന് നൗഅനെ, ആ ഇനത്തെ ഒന്ന് ബയാൻ ചെയ്യാൻ വേണ്ടി, വ്യക്തമാക്കാൻ വേണ്ടി. ഇങ്ങനെ മൂന്നാവസ്ഥയിലാണ് വരിക. ഈ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ നൗഅനെ ബയാൻ ചെയ്യാൻ വേണ്ടി വരുന്ന ഈ അവസ്ഥ പറഞ്ഞാൽ അതിന് മൂന്ന് രൂപങ്ങളുണ്ട്. ഒന്നുകിലത് മഫ്ഊൽ മുത്ലഖ് എന്തായിരിക്കും, മുദാഫായിട്ട് വരും. ഇപ്പോൾ സിർത്തു സൈറ സാലിഹീൻ, സാലിഹീങ്ങളുടെ സൈർ. അപ്പോൾ വെറും സൈർ, ആ സൈറിനെ അതിൻ്റെ ഒരു നൗ അഥവാ സാലിഹീങ്ങളുടെ സഞ്ചാരമാണ്. അപ്പോൾ മുദാഫായിട്ട് വന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ മൗസൂഫായിട്ട് വരും. ആ മഫ്ഊൽ മുത്ലഖ് മൗസൂഫായിട്ട് വരും. ശേഷം ഒരു സിഫത്ത് പറയും. ഉദാഹരണം ദറബ്തു ദർബൻ ഷദീദൻ, ശക്തമായൊരടി, സിഫത്ത് പറയുക. അപ്പോൾ മൗസൂഫായിട്ട് വന്നു ഏത്, മഫ്ഊൽ മുത്ലഖ്. അല്ലെങ്കിൽ പിന്നെ ഈ നൗഅൻ്റെ മൂന്നാമത്തെ രൂപം എന്ന് പറഞ്ഞാൽ അല്ലോടുകൂടി വരും. ജലസ്തുൽ ജുലൂസ, ഖുംതുൽ ഖിയാമ, അങ്ങനെയൊക്കെ വരലുണ്ട്. നമ്മൾ മനസ്സിലാക്കിയ കൂടെ പറഞ്ഞതേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. അൽ മഫ്ഊലുൽ മുത്ലഖ് വൽ മഫ്ഊൽ മുത്ലഖ് വസാനി മിനൽ മഫായിലി, മഫ്ഊലുകളിൽ നിന്നും രണ്ടാമത്തേത്. അൽ മഫ്ഊലുൽ മുത്ലഖ്, മഫ്ഊൽ മുത്ലഖാണ്. സുമ്മിയ ബിഹി, അതുകൊണ്ട് പേര് വിളിക്കപ്പെട്ടു. അൽ മഫ്ഊൽ മുത്ലഖ് എന്ന് പേര് വിളിക്കപ്പെട്ടു. അതിൻ്റെ കാരണം ലികൗനിഹി, ആ മഫ്ഊലായ കാരണത്താലാണ്. ഗൈറ മുഖയ്യദിന്, ഒരു കൈത് വെക്കപ്പെട്ടതല്ല. ബി ഹർഫിൻ, ഏതെങ്കിലും ഒരു ഹർഫ് കൊണ്ട് കൈത് വെക്കപ്പെട്ടതല്ല. ബി ഖിലാഫി ബഖിയത്തിൽ മഫായിലി, ബാക്കിയുള്ള മഫ്ഊലുകൾക്കെതിരായിട്ട്. ബാക്കിയുള്ള മഫ്ഊലുകളൊക്കെ ജറിൻ്റെ ഹർഫ് കൊണ്ട് കൈത് വെക്കപ്പെട്ടതാ. ഒന്നുകിൽ ബിഹി, അതുകൊണ്ട് പ്രവർത്തിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഫീഹി, അതിൽ, അതേ ലഹു, അതിന് വേണ്ടി, ഇങ്ങനെ ജറിൻ്റെ ഹർഫ് കൊണ്ട് കൈത് വെക്കപ്പെട്ടതാണ്. ഇതങ്ങനെ ഒന്നുമില്ല. അതുകൊണ്ടാണ് അൽ മഫ്ഊലുൽ മുത്ലഖ് എന്ന് പറഞ്ഞത്. വഹുവ, ഈ അൽ മഫ്ഊൽ മുത്ലഖ് എന്ന് പറഞ്ഞാൽ മസ്ദറു, അതൊരു മസ്ദറാണ്. എങ്ങനത്തെ മസ്ദറാണ്? അൽ ഫദ്ലത്തു, ഫദ്ലയായ മസ്ദറാണ്. അപ്പോൾ ഉംദല്ല, ഉംദ കലാമിൽ അനിവാര്യമായത്, ഒഴിച്ചുകൂടാൻ പറ്റാത്തത്. ഫദ്ല എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ ആവശ്യമില്ലാതാക്കാം. അപ്പോൾ അതാണ് അൽ ഫദ്ലത്തു ഐൽ അൽ മുസ്തഗ്നാൻ, അതിനെ തൊട്ട് ആവശ്യമില്ലാതാക്കപ്പെടും. ഉംദല്ല, അപ്പോൾ ഫദ്ലയാണ് മസ്ദർ. പിന്നെ എങ്ങനത്തെ മസ്ദറാണ്? അൽ മുസല്ലത്തു അലൈഹി, അതിൻ്റെ മേൽ അധികാരം നൽകപ്പെടും. ആമിലുൻ, ആമിലിന്. എങ്ങനത്തെ ആമില? അതിൻ്റെ മഖബലുണ്ട് ഒരു ആമിൽ, ഇനി നെസ്ബ് എടുക്കുന്നത്. എങ്ങനത്തെ ആമിലാണ്? യൻസിബുഹു, ആ മഫ്ഊൽ മുത്ലഖിന് നെസ്ബ് ചെയ്യുന്നത് ആമിൽ, അതിൻ്റെ മേൽ അധികാരം നൽകപ്പെടും. അതായിരിക്കും അതിൻ്റെ ആമിൽ നെസ്ബ് കൊടുക്കുന്നത്. അത് എങ്ങനെയൊക്കെ വരിക എന്നാ പറയുക? ഇമ്മാമിൻ ലഫ്ദിഹി, ഒന്നുകിൽ അതെന്താണ്, ഒന്നുകിൽ ആ ഈ ആമിലിൻ്റെ രൂപം പറയാ. ഇമ്മാമിൻ ലഫ്ദിഹി, ആ മസ്തറിൻ്റെ, ആ മഫ്ഊൽ മുത്ലഖായ മസ്തർ ഉണ്ടല്ലോ, അതിൻ്റെ ലഫ്ദിൽ നിന്ന് തന്നെ ഉള്ളതായിരിക്കും അതിൻ്റെ ആമിൽ. ഇതുപോലെ ദറബ്തു ദർബൻ, ദർബൻ മഫ്ഊൽ മുത്ലഖാണ്. ദർബിനെ ഒന്ന് തൗക്കീദ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഈ ദർബിനെ നസ്ബ് ചെയ്ത ആമിൽ ദറബ്തു എന്നുള്ള ദർബാണ്. അപ്പോൾ ഇവിടുത്തെ ആമിലി ആ എന്താണ്, മസ്തറിൻ്റെ അതേ ലഫ്ദ് തന്നെയല്ലേ, ദർബൻ, ദർബ് എന്നുള്ള ദറബ, അതിൻ്റെ അതേ ലഫ്ദ് തന്നെയാണ്. വകല്ലമ അല്ലാഹു മൂസ തക്ലീമൻ, തക്ലീമൻ മഫ്ഊൽ മുത്ലഖാണ്. കല്ലമ, അതേ ലഫ്ദാണ് ആമിൽ. അല്ലെങ്കിൽ ആമിലിന് ഒരു ആമിലായിരിക്കും. എങ്ങനത്തെ ആമില? മീൻ മാനാഹു, ആ മസ്തറിൻ്റെ മാനയിൽ നിന്നുള്ള, ലഫ്ദ് ഒരേപോലെ അല്ലാവില്ല, ദൂന ലഫ്ദ്, അതാണ് പറഞ്ഞത്. ആ എന്താണ്, ആ മസ്തറിൻ്റെ ലഫ്ദ് കൂടാതെ ആ മസ്തറിൻ്റെ മാനയിൽ നിന്നുള്ള ആമിലായിരിക്കും. മാന ഒന്നായിരിക്കും, ലഫ്ദ് വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ കാദ ജലസ എന്നൊക്കെ പറയുന്ന പോലെ മാന ഒന്നാണല്ലോ. അത് ഉദാഹരണം കൊടുത്ത് നോക്കുക. കാത്തു ജുലൂസ, ഞാനൊരു ഇരുത്തിയിരുന്നു, ഞാൻ ഇരുന്നു, ഒരു ഇരുത്തം. അപ്പോൾ അവിടെ ജുലൂസനാണ് മസ്തർ. പക്ഷെ അതിൻ്റെ ലഫ്ദാണോ? ജലസ്തു ജുലൂസ് എന്ന് പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതാകുമായിരുന്നു. പക്ഷേ എങ്കിൽ ഇവിടെ കാദ പറഞ്ഞപ്പോൾ ലഫ്ദ് ഇല്ല, പക്ഷെ മാനലൊന്നാണ്, ഇരുന്നു എന്നാണ്. മനസ്സിലായോ? അങ്ങനെ രണ്ട് ടൈപ്പും വരും. മറ്റൊന്ന് വത്ത അല്ലൈതു ഹൽഫത്തൻ, ഞാനൊരു സത്യം ചെയ്യൽ ചെയ്തു, ശപഥം ചെയ്യൽ ചെയ്തു.
അപ്പോൾ ഫൈനൽ ഖൂദ്, അപ്പോൾ തീർച്ചയായും ഖുഊദ് എന്ന് പറഞ്ഞാൽ ഹുവൽ ജുലൂസ് എന്നാണ്. വൽ അലിയത്ത, ശപഥം ചെയ്യാന്ന് പറഞ്ഞാൽ അലിയത്ത് എന്ന് പറഞ്ഞാൽ ഹുവൽ, അതെന്താണ്? അൽ ഹൽഫ്, സത്യം ചെയ്യലാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ ടൈപ്പിലൊക്കെ ആയിരിക്കും അതിൻ്റെ ആമിൽ വരിക. അതിൻ്റെ ആമിൽ ഒന്നുകിൽ ലഫ്ദ് കൊള്ളാൻ ലഫ്ദിന് യോജിച്ചായിരിക്കും, അല്ലെങ്കിൽ ലഫ്ദിലുണ്ടാവില്ല, മാനയിൽ യോജിപ്പുണ്ടാവും. ഇൻഷാ അല്ലാഹ് ഇനി നോക്കാം. അതിന് ഓരോന്ന് കൊണ്ടും ഇതിൻ്റെ ഇഹ്തിറാസുകൾ നോക്കാം. വഹ്തറസ ബിൽ ഫദ്ല, ഫദ്ല കൊണ്ട് മുസന്നിഫ് സൂക്ഷിച്ചു. ഫദ്ല എന്ന് പറഞ്ഞല്ലോ, മസ്തർ ഫദ്ല എന്ന്. അനിൽ ഉംദ, ഉംദയെ തൊട്ട്. ഫി നഹ്വി ഖൗലിക, നിന്റെ കൗല് പോലത്തതിലുള്ള. ഏതാ? കലാമുക്ക, നിന്റെ കലാമാകുന്നത് കലാമുൻ ഹസനുൻ, ഹസനായ കലാമാണ്. വ ഖൗലിഹിം, അവരുടെ കൗല് പോലെ ജദ്ദ ജിദ്ദുഹു. അപ്പോൾ അവിടെ ഇപ്പോൾ ജദ്ദ ജിദ്ദുഹു എന്ന് പറഞ്ഞാൽ ജദ്ദൻ്റെ മസ്തർ തന്നെയാണ് ജിദ്ദു. അതുപോലെ കലാമുക്ക എന്നുള്ളതിൻ്റെ കലാം, ഇതൊക്കെ മസ്തറുകളാണ്. അപ്പോൾ ഇവിടെയൊക്കെ എന്താ ഫ കലാമുൻ എന്നുള്ളത്, ഇപ്പോൾ കലാമുക്ക കലാമുൻ ഹസനുൻ വഖൗലിഹി, അവരുടെ ജദ്ദ ജിദ്ദുഹു, പരിശ്രമിച്ചു, അവൻ്റെ പരിശ്രമം, ജദ്ദ അത് പരിശ്രമിച്ചു എന്ന് പറയുമ്പോൾ ഫ കലാമുൻ എന്നുള്ളതും വജിദ്ദുഹു എന്നുള്ളതും ലൈസ മിൻ ബാബിൽ മഫ്ഊൽ മുത്ലഖ്, ഇതൊന്നും എന്തല്ല മഫ്ഊൽ മുത്ലഖിൻ്റെ ബാബിൽപ്പെട്ടതല്ല. അതെന്തോ വ ഇൻ സുല്ലിത അലൈഹിമാ, അവ രണ്ടിൻ്റെയും മേൽ, അവ രണ്ട് ജിദ്ദുഹു എന്നുള്ളതും കലാമുൻ എന്നുള്ളതും അവ രണ്ടിൻ്റെയും മേലും അധികാരം നൽകപ്പെട്ടാലും ആമിലും മിൻ ലഫ്ദിഹിം, അവ രണ്ടിൻ്റെയും ലഫ്ദിൽ നിന്നുള്ള ആമിൽ അതിൻ്റെ മേൽ അധികാരം നൽകപ്പെട്ടാലും. ഏതാണ്? കലാം, കലാമുക്ക, കലാം മുബ്താണല്ലോ ഖബറിന് റഫ് കൊടുത്തത്, അപ്പോൾ അതാണ് ആമിൽ കലാമുക്ക. അതുപോലെ ജദ്ദ, ജിദ്ദു ഫായിൽ റഫ് കൊടുക്കുന്നത്, ജിദ്ദു ഫായിലാണ് റഫ് കൊടുത്തത്, ജദ്ദാണല്ലോ. അപ്പോൾ ഇവരുടെ ലഫ്ദ് തന്നെയാണത്. അപ്പോൾ അവ രണ്ടിനെ ലഫ്ദിലുള്ള ആമിൽ അതിൻ്റെ മേൽ അധികാരം ചെലുത്തപ്പെട്ടാലും ശരി, ഇതൊന്നും മഫ്ഊൽ മുത്ലഖ് പെട്ടല്ല. എന്തുകൊണ്ടാ? ലി കൗനിൽ അവ്വലി ഖബറൻ, ഒന്നാമത്തേത് കലാമുൻ എന്നുള്ളത് ഖബറാണ്. വസ്സാനി ഫായിൽ, രണ്ടാമത്തെ ജിദ്ദുഹു എന്നുള്ളത് ഫായിലാണ്. ഈ ഫായിലും ഖബറും ആകട്ടെ വഹുമ ഉംദത്താനി, അത് രണ്ടും ഉംദകളാണ്, ഫദ്ലല്ല, ഒഴിച്ചുകൂടാൻ പറ്റൂല. ലാ ഫദ്ലത്താനി, അത് ഫദ്ലല്ല. മനസ്സിലായോ? അതാണ് പറഞ്ഞത്. ഇനി വഹ്തറസ് ബി ഖൗലിഹി, മുസന്നിഫ് തൻ്റെ ഖൗല് കൊണ്ട് സൂക്ഷിച്ചു. അൽ മുസല്ലത്തി അലൈഹി ലാ ആഖിരിഹി, മുസല്ലത്ത് അൽ മുസല്ലത്തി അലൈഹി തൊട്ട് അവസാനം വരെ പറഞ്ഞല്ലോ. ആമിലും യൻസിബുഹു ഇമാമിൻ ലഫ്ദിഹി എന്നൊക്കെ പറഞ്ഞില്ലേ, അതുകൊണ്ട് മുസന്നിഫ് സൂക്ഷിച്ചു. മിൻ നഹ്വി സമിഅതു ഹദീസക, നിന്റെ ഹദീസ് ഞാൻ കേട്ടു. വഖുംതു ഇജ്ലാലക, നിന്നെ ആദരിക്കാൻ വേണ്ടി ഞാൻ നിന്നു പോലത്തതൊക്കെ എന്താണ്, അതിൽ നിന്നൊക്കെ മുസന്നിഫ് സൂക്ഷിച്ചു. കാരണം ഫൈന ഹദീസക്ക എന്നുള്ളതും വൈജിലാലല്ലക്ക എന്നുള്ളത് ലൈസാ മിൻ ബാബിൽ മഫ്ഊലിൽ മുത്ലഖ്, മഫ്ഊൽ മുത്ലഖിന്റെ ബാബ് പെട്ടതല്ല. കാരണം ലിഖൗനി ആമിലിഹിമ, അവ രണ്ടിൻ്റെ ആമിൽ, ഇജ്ലാലിൻ്റെ ആമിലും അതുപോലെ തന്നെ ഹദീസ എന്നുള്ള മഫ്ഊലും ബിഹിൻ്റെ ആമിലും ഇജ്ലാലെ മഫ്ഊൽ മുത്ലഖ്, മഫ്ഊലുൽ ലഹു, ഇജ്ലാലെ മഫ്ഊലുൽ ലഹു, ഇവ രണ്ടിൻ്റെ ആമിലുകൾ ലാമിൻ ലഫ്ദിഹിമ, ഇവകളുടെ ലഫ്ദിൽ നിന്നല്ല. വലാമിൻ മാനാഹുമ, അവ രണ്ടിൻ്റെയും മാനയിൽ നിന്നുമല്ല. മഫ്ഊൽ മുത്ലഖ് ഒന്നുകിൽ ലഫ്ദെന്നോ മാനേനായിക്കല്ലോ. അപ്പോൾ കുംതു എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ കേട്ടു ഹദീസൊക്കെ, നിന്റെ വർത്താനം, എന്നാൽ എൻ്റെ ഹദീസ് ഞാൻ കേട്ടു. അപ്പോൾ ഈ ഹദീസിൻ്റെ മായി ബന്ധ ലഫ്ദാണോ സമയ? അല്ല, മാന ഉണ്ടാവില്ല. കുംതു ഞാൻ ഇജ്ലാൽ, ഇജ്ലാലിൻ്റെ ലഫ്ദാണോ കുംതു? അല്ല, മാന ഉണ്ടോ? അതുമില്ല. മനസ്സിലായോ? അപ്പോൾ വലാമിൻ മാന, ലാമിൻ ലഫ്ദുഹിമ, അവ രണ്ടിനും ലഫ്ദൊന്നും അല്ല, വലാമിൻ മാനാഹുമ, അപ്പോൾ ഇതൊന്നും മഫ്ഊൽ മുത്ലഖല്ല. അപ്പോൾ ഒന്നാമത്തെ മഫ്ഊൽ ബിഹിയാണ്, രണ്ടാമത്തെ ഇജ്ലാലുള്ള മഫ്ഊൽ ലഹു ആണ്. ഇനി ഈ മസ്തർ മഫ്ഊൽ മുത്ലഖിനത്തോട് ചില പകരം വരും, അതിനെക്കുറിച്ചുള്ള സംസാരം നമുക്ക് നോക്കാം. വയനൂബു വഖദ് യനൂബു അൻഹു, ചിലപ്പം പകരം വരും. അൻഹു എന്ന് പറഞ്ഞാൽ അനിൽ മസ്തരി, മസ്തറിനെ തൊട്ട് പകരം വരും. ഗൈറുഹു, മസ്തർ അല്ലാത്തത് വരും. അപ്പോൾ ഫയുൻസബു, അതിനെ നസ്ബ് ചെയ്യപ്പെടും. അല അന്നഹു മഫ്ഊലുൽ മുത്ലഖ്, അത് മഫ്ഊൽ മുത്ലഖാണ് എന്ന അടിസ്ഥാനത്തിൽ അത് നസ്ബ് ചെയ്യപ്പെടും. വദാലിക, അത് നഹ്വു ഇസ്മുൽ ആല, ഇസ്മുൽ ആല പോലെ. ഇസ്മുൽ ആല ഇതുപോലെ കദറബ്തുഹു സൗത്തൻ, ഇസ്മാലാണ് സൗത്ത്. അസ, ആലകൾ ഉപകരണങ്ങളാണല്ലോ. എന്താ? വടി, ചാട്ടവാറ്, അപ്പോൾ മിഖ്റ, ചൂരൽ എന്നൊക്കെ പറയും. കണ്ടോ? അപ്പോൾ കദറബ്തുഹു സൗത്ത് എന്നറിയാം, അല്ലെ കദറബ്തുഹു അസ എന്നറിയാം, അല്ലെ കദറബ്തുഹു മിഖ്റാത്ത് എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ തക്ദീർ എങ്ങനെ? അപ്പോൾ ദറബ്തുഹു സൗത്ത് എന്ന് പറഞ്ഞാൽ തക്ദീർ ദർബം ബി സൗത്തിൻ, എന്താ? വടി, ചാട്ടവാറ് കൊണ്ടൊരു അടിയാൻ അടിച്ചു എന്നാ, അല്ലെ വടി കൊണ്ടൊരു അടി അടിച്ചു, ചൂരൽ കൊണ്ടൊരു അടി അടിച്ചു, ഇങ്ങനെ വരും. അപ്പോൾ ഫഹുദിഫൽ മസ്തർ, അങ്ങനെ മസ്തറിനെ കളയപ്പെട്ടിട്ട് വ ഉഖീമ മാ ബഅദഹു, ദർബം ബി സൗത്തിലുള്ള ദർബൻ എന്ന മസ്തറിനെ കളയപ്പെട്ടു. എന്നിട്ട് വ ഉഖീമ നിർത്തപ്പെട്ടു മാ ബഅദഹു, ആ ദർബൻ എന്ന മസ്തറിന് ശേഷമുള്ളത്. ഇവിടെ അത് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞാണ് ഏതാണ് സൗത്ത്. അപ്പോൾ അതിന് ശേഷം കളയപ്പെട്ടു, നിർത്തപ്പെട്ടു. മുഖാമഹു, മുഖാമഹു, ഉഖീമ മുഖാമഹു, അതിൻ്റെ സ്ഥാനത്ത് ആ ദർബിൻ്റെ ആ
ആ സ്ഥാനത്ത് കൊണ്ട് നിർത്തി. അപ്പോൾ സൗത്തൻ അതൊക്കെ ദറബ്തുഹു സൗത്തൻ, അപ്പോൾ വടി കൊണ്ട് ഒരു അടി അടിച്ചു എന്നാ. അതുപോലെ തന്നെ മറ്റു വരുന്ന കസ്മിൽ അദദി, അദദിൻ്റെ ഇസ്മും വരും. ഫി നഹി ഫജ്ലിദൂഹും സമാനീന ജൽദ, ഫജ്ലിദൂഹും സമാനീന ജൽദ. അവിടെ സമാനീന എന്നുള്ളത് മഫ്ഊൽ മുത്തലക്കാണ്, ജൽദ എന്നുള്ളത് തമ്മീസാണ്. ഉദാഹരണം പറഞ്ഞിട്ട് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാം. ഫസമാനിയുള്ള മഫ്ഊൽ മുത്തലക്കാണ്, വജൽദത്തൻ എന്നുള്ളത് തമ്മീസാണ്. അതേപോലെ ഒക്കെ കുല്ലിൻ വ ബാദിൻ, കുല്ലി ബാദ് പോലെ. കുല്ല് പറഞ്ഞാൽ കുല്ലീനെ സൂചിപ്പിക്കുന്ന, ബാദ് ബാദീനൊക്കെ സൂചിപ്പിക്കുന്നതാണല്ലോ ഇവകൾ. പക്ഷെ നിബന്ധന ഉണ്ട് കേട്ടോ. അതേ അതിൻ്റെ ആ ഫീലിൻ്റെ അതേ മസ്തറിലേക്ക് ഇദാഫത്ത് ചെയ്യണം, അത് ശ്രദ്ധിക്കണം. അപ്പോൾ അതാണ് മുദാഫിന്, അവ രണ്ടും ഇദാഫത്ത് ചെയ്യപ്പെട്ടതാണ്. കുല്ലി ബാദ് പോലെ അങ്ങനത്തെ മുദാഫിന് ഇദാഫത്ത് ചെയ്യപ്പെട്ട മസ്തറിലേക്ക്. ഏതെങ്കിലും മസ്തറായി പോരാ, ഫീലിൻ്റെ മസ്തറിലേക്ക് തന്നെ ആവണം. ഫി നഹ്വി ഫലാ തമീലൂ കുല്ലൽ മൈൽ ഉണ്ടോ, മാല യമീലൂൻ്റെ മസ്തർ മൈലിലേക്ക് ഇദാഫത്ത് ചെയ്ത്. അപ്പോൾ കുല്ല ഫുലു മുത്തലക്ക. വലൗ തഖവ്വല അലൈന ബഅദൽ അഖാവീൽ, ഇവിടെ വലൗ തഖവ്വല അലൈന ബഅദ അൽ അഖാവീൽ. അഖാവീൽ എന്നുള്ളത് എന്താണ്, അക്വാലിൻ്റെ ജമ്മാണ് അക്കാവിൽ. കൗലിൻ ജമ്മ് അക്വാൽ, അക്വാലിൻ്റെ ജമ്മാണ് അക്കാവിയിൽ. ഇവിടെ ഇബ്നു ഹിശാമൊക്കെ ഇബ്നു ഹിശാം റഹ്മത്തുള്ളാഹി ശറഹിലും ഇതന്നെയാണ് തെളിവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരഭിപ്രായം അനുസരിച്ച് ഈ ബാധ എന്താവും, മഫ്ഊൽ മുത്തലക്കാവും. എന്നാൽ മറ്റു മുഅരിബീങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ അവർ മഫ്ഊലും ബിഹി ആയിട്ട് ഇറാബ് പറഞ്ഞവരും ഉണ്ട്. അപ്പോൾ രണ്ട് നിലക്കും അത് വന്നിട്ടുണ്ട്, അത് അതൊന്ന് അവിടെ മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇവിടെ എത്ര പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ജമിയും വരും, ജമിയൊക്കെയിൽ ഉൾപ്പെടും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മഫ്ഊൽ മുത്തലഖ് പകരം വരുന്ന എന്ന് പറയുമ്പോൾ ഈ കുല്ലി ബാദ് പോലത്തിലൊക്കെ നിബന്ധന ഉണ്ട്, അതെപ്പോഴും മനസ്സിലാക്കണം. ആ ഫീലിൻ്റെ ലഫ്ദിൽ തന്നെ, ആ ഫീലിൻ്റെ ലഫ്ദിനുള്ള മസ്തറിലേക്ക് ഇദാഫത്ത് ചെയ്യണം. അതാണ് ഇപ്പോൾ കുല്ലൽ മൈൽ, അതുപോലെ സിർത്തു കുല്ല സയ്യർ ഉണ്ടോ, ആ മസ്തറിലേക്ക് തന്നെ ഇദാഫത്ത് ചെയ്തു. അത് ശ്രദ്ധിക്കേണ്ടതാണ്. അല്ല അതുപോലെ തന്നെ പിന്നെ അവിടെ പകരം വരുന്ന മറ്റു കാര്യങ്ങളാണ് ചിലപ്പോൾ മാനയിൽ അതേ മുറാദിഫായത് വരും. മാനയിൽ മുറാദിഫായത് വരുമ്പോൾ ഫരിഹ്തു ജദല. ചില നഹ്വിങ്ങൾ മഫ്ഊൽ മുത്തലഖിനോട് പകരം വരുന്നതിലാണ് അത് എണ്ണിയത്. സംഭവം അത് നേരത്തെ നമ്മൾ പറഞ്ഞതിൽ പെടും. കാരണം ജദലൻ അതിൻ്റെ മാനയിൽ ഉൾക്കൊള്ളുന്ന, ലഫ്ദുൽ ഉൾക്കൊള്ളാതെ മാനയിൽ ഉൾക്കൊള്ളുന്ന ആമിൽ മാക്കബിലുണ്ട്, അത് വെച്ചാൽ ഫരിഹ്തു ജദലൻ, അത് പിന്നെ അതിൽ പെടുന്നതാണ്. അതേപോലെ തന്നെ ഇവിടെ പറയാത്ത വിഷയമാണ് ഇസ്മുൽ ഇഷാറകൾ വരും. അവിടെ ഈ നിബന്ധന ഉണ്ട്, ഇസ്മിഷാർ ആകുമ്പോൾ അതിൻ്റെ മത്ബൂ എന്താവണം, ആ ലഫ്ദിന് തന്നെ മസ്തറായിക്കണം. മത്ബൂ പറഞ്ഞാൽ അതിൻ്റെ ബദലല്ല നേരത്തെ നിങ്ങൾ ഇറാബ് വെക്കുന്നത്. അപ്പോൾ അതാ ദാലിക്കൽ അദ്വ, ചാടി ദാലിക്കൽ അദ്വ, അവൻ ചാടിയതാ എന്താ ആ ചാട്ടം, ആ ചാട്ടം. അപ്പോൾ ദാലിക്കൽ അദ്വ ഉണ്ടാവും, അതിൻ്റെ മത്ബൂ ആ ബദൽ അല്ലെ സിഫത്തൊക്കെ നേരത്തൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ അദ്വ അതിൻ്റെ അതേ മസ്തറിലേക്ക് തന്നെ അതിൻ്റെ മത്ബൂ വന്നിട്ടുണ്ട്. അപ്പോൾ ഇസ്മിഷാറകൾ വരും അങ്ങനെ. അപ്പോൾ അതും അതിൻ്റെ കൂടെ മനസ്സിലാക്കുക. പിന്നെ എണ്ണത്തിൻ്റെതാണ്, എണ്ണത്തിൻ്റെ പിന്നെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇബ്നു ഹിശാം അടുത്ത് തൊട്ട് പറയുന്നുണ്ട്. പക്ഷേങ്കിൽ സിഫത്ത് മഫ്ഊൽ മുത്തലഖിനെ തൊട്ട് സിഫത്ത് പകരം വരുമെന്ന് പറഞ്ഞോലുണ്ട്. ഇബ്നു ഹിശാം അതിനെതിരായിട്ടാണ് പറയുന്നത്, നമുക്ക് വായിക്കാൻ ഇൻഷാ അല്ലാഹ്. അപ്പോൾ സിഫത്ത് ആ നിലക്ക് പറഞ്ഞു. ഇപ്പോൾ സിർത്തു ഹസനൻ, ഐ സൈറൻ ഹസനൻ ആയിരുന്നു. അതേപോലെ തന്നെ വദ്കുറുല്ലാഹ കസീറ, അവിടെ ദിക്റൻ കസീറ എന്നാണ്. അപ്പോൾ സിഫത്ത് അതിനെ കളഞ്ഞ് സിഫത്ത് പകരം വന്നാണ് എന്ന് പറഞ്ഞ നഹ്വികളുണ്ട്. അതേപോലെ തന്നെ മഫ്ഊൽ മുത്തലഖിനെ തൊട്ട് പകരം വരും. ആ മഫ്ഊൽ മുത്തലഖിലേക്ക് മടങ്ങുന്ന ദമീറായി ഒരു ആ മഫ്ഊൽ മുത്തലഖിലേക്ക് മടങ്ങുന്ന ദമീർ ഉണ്ടായ ആ ദമീറും പകരം വരും. ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ ഇജ്തഹത്തു ഇജ്തിഹാദൻ, ആ ഇജ്തിഹാദ് മഫ്ഊൽ മുത്തലഖല്ലേ. എന്നിട്ട് പറയാ അതിൻ്റെ ബാക്കി നമ്മൾ പറയാം ഇജ്തഹത്തു ഇജ്തിഹാദൻ, ഞാനൊരു ഇജ്തിഹാദ് ചെയ്തു, ഞാനൊരു പരിശ്രമിച്ചു. ലം യജ്തഹിദുഹു അഹദുൻ ഗൈരി, ഞാനല്ലാത്തവർ ഒരുത്തനും പരിശ്രമിച്ചിട്ടില്ലാത്ത. അപ്പോൾ ഇജ്തഹത്തു ഇജ്തിഹാദൻ ല യജ്തഹിദുഹു, ഹു എന്നുള്ള ദമീർ മടങ്ങുന്ന ഇജ്തിഹാദ് മഫ്ഊൽ മുത്തലഖിൽക്ക. അപ്പോൾ ആ ദമീറിനെ കുറിച്ച് എങ്ങനെ പറയാ, എന്താണ് ഈ ലം യജ്തഹിദുഹു, ഹു എന്നുള്ളത് നസ്ബിൻ്റെ മഹല്ല പറയാ, മഫ്ഊൽ മുത്തലഖിനെ തൊട്ട് നായിബാണ് എന്ന് പറയും. ആർക്കാണല്ലോ മടങ്ങുന്നത്, അങ്ങനെയൊക്കെ വരലുണ്ട്. ഇനി ഏതായാലും നമുക്ക് ബാക്കിയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. ബാക്കി നോക്കാം.
വലൈസ മിൻഹു ഇബ്നു ഹിശാം എതിരാ പറയുന്നു നോക്കുക. വലൈസ മിൻഹു ഐ മിമ്മ യനൂബ അനിൽ മസ്തരി മസ്തറിന് തൊട്ട് പകരം വരുന്നതിൽ പെട്ടതല്ല. സിഫത്തുഹു അതിൻ്റെ സിഫത്ത് റഗദൻ പോലെ. അപ്പോൾ അവിടെ റഗദൻ എന്ന സുഭിക്ഷമായി തിന്നാൻ വേണ്ടി പറയാണ്, സുഭിക്ഷമായി. അപ്പോൾ ഫി ഖൗലിഹി തആല അല്ലാഹുവിൻ്റെ കുൽ വകുലാ മിൻഹാ റഗദൻ, അതിൽ നിങ്ങൾ സുഭിക്ഷമായി വിശാലമായി തിന്നോളി എന്ന് പറഞ്ഞല്ലോ. ബൽ ഹുവ മറിച്ച് എന്താണ്, ഹുവ ഹാലും. അഭിപ്രായങ്ങളാണ്, ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞു അത് സിഫത്തിന് പകരം വരുമെന്ന് പറഞ്ഞവരുണ്ട്. മറിച്ച് ഈ റഗദ് എന്നുള്ളത് ബൽ ഹുവ ഹാലും മിൻ മസ്ദരിൻ, ബൽ ഹുവ ഹാലും മിൻ മസ്ദരിൽ മഫ്ഹൂമി മിനൽ ഫീലി, ഫീലിൽ നിന്നും ഗ്രഹിക്കപ്പെടുന്നതിൻ്റെ മസ്ദറിൽ നിന്നുള്ള ഹാലാണ് എന്നാണ്. അപ്പോൾ തക്ദീർ എങ്ങനെ വരിക, വകുലാ നിങ്ങൾ രണ്ടുപേരും തിന്നുകൊള്ളുവിൻ, ഹാല കൗനിൽ അക്ലി തീറ്റ തന്നെ ആയ നിലയിൽ, റഗദൻ സുഭിക്ഷമായ നിലയിൽ വിശാലമായ നിലയിൽ നോക്കണം. ഇതാണ് വഹാദ മദ്ഹബു സിബോഹി ഇമാമിൻ്റെ മദ്ഹബ്. പക്ഷേ ഖിലാഫല്ലിൽ മൊരിബീങ്ങൾക്ക് ഈറാബ് പറയുന്ന മൊരിബി നഹ്വീങ്ങൾക്കെതിരായിട്ട് ഫഇൻദഹും അവരുടെ അടുക്കൽ എന്താ, അന്നഹു തീർച്ചയായും ഇത് റഗദ് എന്നുള്ളത് സിഫത്തു മസ്ദരിൻ, മസ്ദറിൻ്റെ സിഫത്താണ്, മഹദൂഫിൻ കളയപ്പെട്ട മസ്ദറിൻ്റെ സിഫത്താണ്. നുസിബത്ത് ഇതിൽ സിഫത്തിനെ നസ്ബ് ചെയ്യപ്പെട്ടു, നിയാബത്തൻ അൻഹു ആ മസ്ദറിന് പകരമായി. അപ്പോൾ ആ അഭിപ്രായം നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ സിഫത്ത് വരുന്ന പറഞ്ഞ ആളുകൾ അനുസരിച്ച് ഇതെങ്ങനെ വരിക, കുല അഖിലൻ റഗദൻ അങ്ങനെ വെക്കണം, അഖിലൻ റഗദൻ ആ മസ്ദർ മഫ്ഊൽ മുത്ലഖിന്റെ സിഫത്തായി. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ രണ്ടും വരാം. സിബവഹിമാമിൻ്റെ അഭിപ്രായമാണ് ഇതിൽ നമ്മൾ ആദ്യം പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് അതോടുകൂടി മഫ്ഊലുൽ മുത്ലഖ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അൽഫിയയിൽ വരുന്നുണ്ട്. ആമിലുകളെ കളയുന്നതായി ബന്ധപ്പെട്ട് ഒക്കെ പറയുന്ന വിഷയങ്ങളൊക്കെ വരുന്നത് അത് അൽഫിയലാണ്, അവിടുന്ന് മനസ്സിലാക്കാൻ ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് പറയാനുള്ളത് അൽ മഫ്ഊലുൽ ലഹുവിനെ കുറിച്ചാണ്. അൽ മഫ്ഊലുൽ ലഹു, അൽ മഫ്ഊലു ലി അജ്ലി, അൽ മഫ്ഊലു ലി അജ്ലി അല്ലെ മഫ്ഊലു മിൻ അജ്ലി ഇങ്ങനെയൊക്കെ പറയലുണ്ട്. എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഫീലിൻ്റെ ഹുദൂസ്, ഒരു പ്രവൃത്തിയുടെ ആ സംഭവം, പ്രവൃത്തി ഉണ്ടാകാനുള്ള കാരണത്തെ ബയാൻ ചെയ്യുന്ന ആളാണ്, എന്താ വ്യക്തമാക്കുന്നവരാണ്, പ്രവൃത്തിക്ക് കാരണക്കാരെന്ന് പറയാം. അത് എന്താണ്, ഇത് മഫ്ഊലുൽ അജ്ലിഹിൻ്റെ പ്രത്യേകത അത് കൽബിയായ മസ്ദറായിരിക്കും. കൽബിയായ മസ്ദർ എന്ന് പറയുമ്പോൾ എന്താ, കൽബിന്ന് പുറപ്പെടുന്ന സ്വാദിറാവുന്നത് എന്നർത്ഥം. ഷഫഖത്ത്, ഖൗഫ്, ഇജ്ലാൽ, ഇഹ്തിറാം, തൗദീബ് ഇതേപോലത്തതൊക്കെ. ഇനി നിബന്ധനകളുണ്ട്, ഇൻഷാ അല്ലാഹ് നമ്മൾ പറയും. അത് ഒന്ന് കൽബിയായിരിക്കണം. അതേപോലെ തന്നെ ഈ മസ്ദർ ഈ മഫ്ഊലുൽ ലി അജ്ലി അല്ലെ മഫ്ഊലുൽ ലഹു അത് ഫീലിനോട് കൂടെ വഖത്തിലും എന്തോ അതുപോലെ തന്നെ ഫായിലൊക്കെ എന്താ ഐക്യണ്ടാകണം. ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. വസാലിസു മിനൽ മഫായിലി രണ്ടെണ്ണം പറഞ്ഞു. മഫായിലുകളിൽ നിന്ന് മൂന്നാമത്തേത് അൽ മഫ്ഊലു ലഹു ആണ്. വയുസമ്മ ഈ മഫ്ഊൽ ലഹുവിനെ പേര് വിളിക്കപ്പെടും അൽ മഫ്ഊല ലി അജ്ലി അല്ലെ വമിൻ അൽ മഫ്ഊല മിൻ അജ്ലി ഇങ്ങനെയൊക്കെ ഇനി പറയപ്പെടാറുണ്ട്. വഹുവ ഈ മഫ്ഊൽ ലഹു എന്ന് പറഞ്ഞാൽ മസ്ദറുൽ മസ്ദറാൻ അൽ മുഅല്ലിലു കാരണക്കാരനായ ഒരു മസ്ദറാണ്. അതായത് മുഅല്ലിലനായി വാഖിയു സംഭവിച്ചതാണ്, ഇല്ലത്തൻ കാരണക്കാരനായി, ഒരു ഇല്ലത്തല്ലി ഹദസിൻ ഒരു പ്രവൃത്തിക്ക് ഇല്ലത്തായി കാരണമായി സംഭവിച്ച ഒരു മസ്ദറാണ്. ഒരു പ്രവൃത്തിക്ക് കാരണമായി വാഖിയായ ഒരു മസ്ദർ, അതാണ് മുഅല്ലിൽ. എങ്ങനത്തെ ഹദസാണത്? ഷാറക്കഹു ഈ ഹദസ് ഈ പ്രവൃത്തി ഷാറക്ക യോജിച്ചു പങ്കുചേർന്നു, ഹു ഐ അൽ മുഅല്ലില ഈ മുഅല്ലിലിനോട്. സാധാരണ നമ്മൾ തിരിച്ചു പറയല്ല, അഥവാ ഇങ്ങനെ ഈ മസ്ദർ എന്താണ്, മസ്ദർ അതിൻ്റെ ഫീലിനോട് എന്താണ് കാലത്തിലും ഫായിലും യോജിക്കണം എന്നാണ് പറയല്. ഞാൻ തിരിച്ചാവും ഇങ്ങനെ ആകുമ്പോൾ ഇവിടെ ആകുമ്പോൾ. അപ്പോൾ എങ്ങനെ അപ്പോൾ മസ്ദർ എന്ന് പറഞ്ഞാൽ എന്താണ്, മഫ്ഊൽ ലഹു എന്ന് പറഞ്ഞ ഒരു മസ്ദറാണ്. ഒരു ഹദസിന് ഒരു പ്രവൃത്തിക്ക് കാരണമായി സംഭവിച്ചതാണ്. എങ്ങനത്തെ ഹദസ് സംഭവമാണ്? ഷാറക്ക ആ പ്രവൃത്തി പങ്കു ചേർന്നു, ഹു ഐൽ മുഅല്ലില ഈ മുഅല്ലിലിനോട് അഥവാ ഈ മസ്ദറിനോട്, വഖ്തുലും വഫായിലൻ ഫായിലും, വഖ്തുലും ഫായിലും. അപ്പം രണ്ടിൻ്റെയും എന്താണ് വഖ്ത്ത് പ്രവൃത്തിൻ്റെ ആൾ ചെയ്യുന്ന ആൾ ഫായിലും വഖ്ത്തും എന്തായി രണ്ടും ഒന്നായിരിക്കണം എന്നർത്ഥം. അതല്ലേ പിന്നെ ജർ ചെയ്യപ്പെടും പറയും ഇൻഷാ അല്ലാഹ്. ഇനി സവാഉൻ കാന ഈ മുഅല്ലിൽ ഈ മസ്ദർ മുഅല്ലിൽ ഈ മസ്ദർ കാരണക്കാരൻ ഈ മസ്ദർ ആയാലും ശരി, ബാഇസൻ ഗായിയൻ ബാഇസന പ്രേരിപ്പിക്കുന്ന ആ പ്രവൃത്തിക്ക് പ്രേരിപ്പിക്കുന്ന ആൾ ഇതാണ്. ഇപ്പോൾ കുംതു
ഞാൻ നിന്നു ഇജ്ലാലിലൊക്കെ അതിനെ ആദരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ആ നിൽക്കാനുള്ള ഖിയാമിനുള്ള പ്രേരണ കൊടുക്കുന്ന ആളാണ് എന്ത് സംഭവമാണ് എന്ത് മസ്തർ ഇജ്ലാൽ. അതിനു വേണ്ടിയാണല്ലോ അത് ചെയ്യുന്നത്, മനസ്സിലായോ? അപ്പോൾ അങ്ങനത്തെ ബായിസൻ ഈ മുഅല്ലിൽ സവാവും കനി മുഅല്ലിലായിരുന്നാലും ശരി, ബായിസൻ ബായിസൻ പ്രേരകനായാലും ശരി, എങ്ങനത്തെ ആയി ആയിട്ടുള്ള ഗായത്തിൽക്ക് നിസ്ബ ചെയ്തിട്ട് പറയുക ആത്യന്തികമായ ലക്ഷ്യത്തിലേക്കുള്ള ഒരു ബായിസൻ പ്രേരിപ്പിക്കുന്നതായാലും ശരി. ഇപ്പൊ കുംതു ഇജ്ലാലക്ക എന്ന് പറയുമ്പോൾ ഞാൻ നിന്നു ഇജ്ലാലക്ക നിന്നെ ആദരിക്കാൻ വേണ്ടി. അപ്പോൾ അത് ആ ഇജ്ലാലി എന്നുള്ളത് നിൽക്കാനുള്ള ബായിസാണ്, പ്രേരണയിലാണ്. അതുപോലെ തന്നെ അതെന്താണ് അവിടെ ലക്ഷ്യമാക്കുന്ന കാര്യമാണ്. ആദരിക്കുക എന്നുള്ളത് ലക്ഷ്യമാക്കുന്ന കാര്യം കൂടിയാണ്. അല്ലെങ്കിൽ ബായിസായിരിക്കും, പക്ഷെ ഗൈറ ഹായിയൻ അങ്ങനെ ലക്ഷ്യമാക്കാത്ത ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് അല്ലാത്തതായിരിക്കാം. ഗൈറ ഹായിയൻ ബായിസായിരിക്കും, പക്ഷേ ഇതുണ്ടാവില്ല, ഗായത്തുണ്ടാവില്ല. കാഴ്ത്തു അനിൽ ഹർബി യുദ്ധത്തെ തൊട്ട് ഞാൻ ഇരുന്നു ജുബിനൻ പേടിത്തൊണ്ടനായിട്ട്, ഭീരു ആയതുകൊണ്ട്. അപ്പോൾ യുദ്ധത്തിൽ നിന്ന് മാറി എന്നർത്ഥം, പിന്തിരിഞ്ഞത്. അപ്പോൾ ഈ ജുബിനാണ് ആ പിന്തിരിയാനുള്ള കാരണം. പക്ഷേ ലക്ഷ്യമാക്കുന്ന കാര്യമല്ലല്ലോ ജുബിന്. അതാണ് ഗൈറ ഹായി എന്ന് പറഞ്ഞത്. ഒക്കെ ഖൗലിഹി തആല അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൗല പോലെ യജ്അലൂന അസ്വാബിയഹും ഫി ആദാനിഹിം അവരുടെ വിരലുകൾ അവരുടെ ചെവിട്ടിലാക്കി മിനസ് സവായിക്കി ഹദറൽ മൗത്ത്. അപ്പോൾ അവിടെ ഇടിനാദങ്ങൾ കാരണം മരണത്തെ ഹസറൽ മൗത്ത് ഉണ്ടോ, മരണത്തെ പേടിച്ച കാരണം, ഭയം കാരണത്താൽ അവരുടെ ചുവട്ടിലൊരു കൈവിരലുകൾ വെച്ചു. അപ്പോൾ ഇവിടെ നോക്കുക, ഹദറ എന്നുള്ളതാണ് ഇവിടെ മഫ്ഊലു ലഹു. എന്ത് കാരണത്താലാണ് അവർ ചെയ്തത്? ഫൽ ഹദറു എന്നുള്ളത് ഈ പേടി, അത് മസ്തറാണ്, അതാണ് മസ്തർ മഫ്ഊലു ലഹു. ദുഃഖിർ അതിനെ പറയപ്പെട്ടു ഇല്ലത്തൻ കാരണമായി ജാലിൽ അസാബി ഫിൽ ആദാൻ ചുവടുകളിൽ വിരൽ വെക്കാനുള്ള കാരണം എന്തുകൊണ്ടാ? മരണത്തെ പേടിച്ചിട്ടല്ലേ, പേടി കാരണത്താലാണ്. അപ്പോൾ ഈ ഹദർ എന്ന മസ്തറാണ് മുഅല്ലിൽ, മനസ്സിലായോ? ഇനി നമ്മൾ കാലു ഇതൊക്കെ ഐക്യം വേണം നോക്കാം. നമ്മൾ വസമനുഹു, ഇവിടെ വക്തം ഫായിൽ എന്നറിയില്ല, വസമനുഹു ഈ പേടിക്കുന്ന സമയം, മരണത്തെ പേടിച്ചുകൊണ്ടുള്ള പേടിക്കുന്ന സമയവും സമനും വസമനുൽ ജാലി ഈ ചുവട്ടിൽ കൈവെക്കുന്ന സമയവും, മനസ്സിലായോ? ചുവട്ടിൽ വിരൽ വെക്കുന്ന സമയവും വാഹിദ് ഒന്നാണ്. കാരണം പേടി കൊണ്ടാണല്ലോ വെക്കുന്നത്, രണ്ടും ഒരേ സമയം തന്നെയാണല്ലോ. പേടി കൊണ്ടപ്പോൾ വെക്കുമ്പം തന്നെ, മനസ്സിലായോ? ഫായിലുഹും ഈ രണ്ടിൻ്റെയും ഫായിലും ആരാ? ഐദൻ വീണ്ടും വാഹിദാണ്. കാരണം ചുവട്ടിൽ വെക്കുന്നവനും പേടിക്കുന്നവനും അത് രണ്ടും ഒരു കൂട്ടർ തന്നെയാണല്ലോ. അതാരാ? വഹുമുൽ കാഫിറൂൻ, കാഫിരീങ്ങളാണ്. അപ്പോൾ ഫായിലും വന്നിട്ടുണ്ട്, ഫായിലും അതേപോലെ തന്നെ ജമലിലും ഐക്യം വന്നു. അതാണ് പറഞ്ഞത്. ഇനി ഫൈൻ ഫഖദൽ മസ്ദറുൽ മുഅല്ലിലു, ഇനി ഫൈൻ ഫഖദൽ മസ്ദർ ഈ മസ്ദർ നഷ്ടപ്പെടുത്തിയാൽ അൽ മുഅല്ലിലു കാരണക്കാരനായി മസ്ദർ എന്തിന് കാരണക്കാരനാണ്? ലി ഹദസി ആമിലിഹി ഈ മസ്ദറിന്റെ ആമിലിന്റെ പ്രവൃത്തിക്ക്. ഈ മസ്ദറിന്റെ ആമിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായപ്പോൾ ആമിൽ പറഞ്ഞാൽ ഈ കുംതു ഇജ്ലാൽ എന്നെടുക്കുക. ഈ ഇജ്ലാൽ നിസ്ബത്ത് ആമിൽ കുംത, മനസ്സിലായോ? ആ കുംതാണ് ആമിൽ. അപ്പോൾ ആ ആമിലിന്റെ പ്രവൃത്തി ഖിയാം, ആ നിൽക്കാവുന്ന പ്രവൃത്തി, ആ ഹദസിന് കാരണക്കാരനാരാ? ഇജ്ലാൽ മസ്ദർ. മനസ്സിലായോ? അതാണ് പറഞ്ഞത് ഫൈൻ ഫഖദൽ മസ്ദർ മസ്ദർ നഷ്ടപ്പെടുത്തിയാൽ മുഅല്ലിലു കാരണക്കാരനായ മസ്ദർ ലി ഹദസി ആമിലിഹി അതിന്റെ ആമിലിന്റെ പ്രവൃത്തിക്ക് ഹദസിന് ആ കാരണക്കാരനായ മസ്ദർ നഷ്ടപ്പെടുത്തിയാൽ ഷർത്തൻ നിബന്ധനയെ മിന ശുറൂത്തിൽ മദ്കൂറ ഫീഹി ആ മസ്ദറിൽ പറയപ്പെട്ട നിബന്ധനകളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ഷർത്തിനെ ഇല്ലാതാക്കിയാൽ, അതാ വക്തു ഫായിലു യോജിക്കണമല്ലോ, അതിനെ നഷ്ടപ്പെടുത്തിയാൽ ജുറ, അപ്പോൾ പിന്നെ അതിനെ ജറു ചെയ്യപ്പെടും വുജൂബൻ നിർബന്ധമായും ബി ഹർഫി താലീലിന്റെ ഹർഫ് കൊണ്ട്. ആ താലീലിന്റെ ഹർഫ് എന്ന് പറയാൻ കാരണം പല കാരണത്തെ അറിയിക്കുന്ന പല ഹർഫുകളും ഉണ്ട്. അതാണ് ബി ഹർഫി താലീലിന്റെ ഹർഫ് കൊണ്ട് മിനൽ ലാമി, ആ താലീലിന്റെ ഹർഫ് പറഞ്ഞാൽ എന്തിനാ? മിനൽ ലാമി വനഹവിഹ ലാമും അതുപോലത്തതിനാലും, അതുപോലത്തെ താലീലിനെ അറിയിക്കുന്ന മിന്നുണ്ട്, ഫീണ്ട്, ഇതൊക്കെ ഉണ്ട്, മനസ്സിലായോ? അപ്പോൾ അതൊക്കെ പറ്റും. താലീലിന്റെ മാറ്റം അറിയിക്കുന്ന എന്തൊക്കെ ഉണ്ടോ അതൊക്കെ പറ്റും. അതാണ് പറഞ്ഞത്. അതിന്റെ ഹർഫുകൾ കൊടുത്തിട്ട് പറയാം. ഫമിസാലു മാ ഫഖദൽ മസ്തരിയ്യത്ത്, അപ്പം മസ്തരിയത്തിന് മസ്തറാവണമെന്ന് പറഞ്ഞല്ലോ, മസ്തറാവണമെന്നൊരു നിബന്ധന പറഞ്ഞിട്ടുണ്ട്. അപ്പം മസ്തറിനെ നഷ്ടപ്പെടുത്തിയ ഒന്നിന്റെ ഉദാഹരണം നഹ്വു ഖൗലിഹി തആല അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൗല പോലെ ഖലഖലക്കും നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു മാ ഫിൽ അർദി ജമീഅ. അപ്പോൾ അവിടെ നോക്കി, നിങ്ങൾക്ക് വേണ്ടി കാരണക്കാരങ്ങളാ. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഭൂമിയുള്ള മുഴുവൻ അള്ളാഹു സൃഷ്ടിച്ചു പറഞ്ഞല്ലോ. അപ്പോൾ ഫൽ മുഖാത്തബൂൻ ആരവിടെ? ഹും മുഖാത്തബൂൻ ഹും അവരാണ് അൽ ഇല്ലത്തു ഫിൽ ഖൽഖ്
ഈ മാഫിൽ അർദ് ജമിയനെ ഖൽഖ് ചെയ്യുന്നതിലുള്ള സൃഷ്ടിക്കുന്നതിലുള്ള ഇല്ലത്ത് കാരണം കും എന്നുള്ളതാണ്. പക്ഷെ കും എന്നുള്ളത് മസ്തറാണത്, ദമീറാണ്. അപ്പോൾ വഖുഫിദ ദമീറുഹും, ഈ മുഖാത്തബീങ്ങളുടെ അവരുടെ ദമീർ എന്താക്കി ബില്ലാമി ലാമ് കൊണ്ട് എന്ത് ചെയ്തു, ജർ ചെയ്യപ്പെട്ടു. ദമീറുഹു എന്ന് പറഞ്ഞാൽ മുഖാത്തബീങ്ങളുടെ അല്ല, മുഖാത്തബീങ്ങളുടെ ദമീർ ലക്കും അക്കും എന്ന ലാമ് കൊണ്ട് ജർ ചെയ്യപ്പെട്ടു. കാരണം അക്കും എന്നുള്ളത് എന്തല്ല, മസ്തറല്ല. അപ്പോൾ ഊട്ടായി ലി, കാരണം അന്നഹു ലൈസ മസ്തർ, അത് മസ്തറല്ല. ഇനി വമിസാലുമാ ഫഖദ ഇത്തിഹാദ സമാനി, സമാൻ ഒന്നാവണം എന്ന് പറഞ്ഞല്ലോ, സമാനിൽ ഫൈൽ ഒന്നാവണം. അപ്പോൾ സമാന്റെ ഇത്തിഹാദ് ഐക്യത്തെ നഷ്ടപ്പെടുത്തി ഒന്നിൻ്റെ ഉദാഹരണം ഖൗലുഹു, ഷായറിന്റെ ഖൗലാണ്, ഫജിഅ്തു വഖദ് നദത് ലിനൗമിൻ സിയാബഹ ലദസ്സിതിരി ഇല്ലാ ലിബ്സതൽ മുതഫദ്ദിലി. ഇത് ബഹർ തൊവീലാണ്. ഇത് പറഞ്ഞ ഷായിർ, ഇത് ഈ ഷവാഹിദ് നിങ്ങൾക്ക് പറഞ്ഞ ഇമ്രുൽ ഖൈസിൻ്റെ വൈത്ത, ഇമ്രുൽ ഖൈസാണ് എൻ്റെ ആള് കായില്. ഇത് ഔദൂഹുൽ മസാക്കിലും ഷുദൂർ ദഹബുൽ ഉസ്മൂനൊക്കെ എടുത്തു കൊടുത്തത്. ഇവിടെ നദത്ത് എന്ന് പറഞ്ഞാൽ ഖലാക്ക്, അയക്കുക, വസ്ത്രം അയക്കുക. അപ്പോൾ നോക്കാം, ഫജിഅ്തു ഞാൻ വന്നു, ഫജിഅ്തു ഞാൻ വന്നു, വഖദ് നദത്ത് വഖദ് നദത് ലിനൗമിൻ, അവൾ ഉറക്കത്തിന് വേണ്ടി സിയാബഹ, അവളുടെ വസ്ത്രം അഴിക്കുന്ന നിലയിൽ. അവിടെ ഹാലിയാണ് ആ ജുംല, നദത് വഖദ് നദത് ലിനൗമിൻ ഹാലിയാൻ. അപ്പോൾ അവൾ ഉറക്കത്തിന് ഉറങ്ങാൻ വേണ്ടി വസ്ത്രം അഴിക്കുന്ന അവസ്ഥയിൽ ഞാൻ വന്നു. ലദസ്സിത്തിരി, ലദൻ്റെ അതിൻ്റെ മുത്താലക്ക് നദത് എന്നുള്ളതാ, മറക്കടുത്ത്. ഏതൊഴികെ ഇല്ലാ ലിബ്സത്തൽ മുതഫദ്ദിലീന, അര ഷറഹിക്കാണ് ലിബ്സത്തുൽ മുതഫദ്ദിൽ എന്ന് പറഞ്ഞാൽ അസ്സൗബുർ റഖീഖുല്ലദി യനാമു ഫീഹിൽ ഇൻസാൻ, ഒരു നേരിയ വസ്ത്രം, അല്ലെങ്കിൽ എങ്ങനത്തെ നേരിയ വസ്ത്രം, യനാമു ഫീഹിൽ ഇൻസാൻ, അതിലാണ് മനുഷ്യൻ ഉറങ്ങുക, അതിട്ടിട്ട് മനുഷ്യൻ ഉറങ്ങുന്നത്. അപ്പം നേരിയ വസ്ത്രം, ആ വസ്ത്രം ഒഴികെ ബാക്കിയൊക്കെ സിത്തറിൻ്റെ അടുക്കൽ എന്ത് ചെയ്തു, അവൾ ഉറക്കത്തിന് വേണ്ടി അയച്ചു വെച്ച അവസ്ഥയിൽ ഞാൻ വന്നു എന്നാ. അപ്പം നമുക്കിപ്പോൾ എന്താ അവിടെ തെളിവ് എന്നുണ്ടെങ്കിൽ എൻ്റെ ദാഹിറുള്ള ഇറാബ് ജിഅ്തു, അതിപ്പോൾ ജിഅ്തു മാഖബലിനെ പരിഗണിച്ചായിരിക്കും. ജിഅ്തു ഫീല് മാദി, തു ഫായില്, വഖദ് വാവ് ഹാലിയാണ്, കത് ഹർഫ് തഹ്കീക്ക്, നദത് ഫീലു മാദി, താ തേനീസ് ഫായില്, അവളാണത്. അവൾ ലി നൗമിൻ അതിൻ്റെ മുത്തല്ലക്ക് നദത്ത്, സിയാബഹ മഫൂലു ബിഹി, പിന്നെ ലദ അതിൻ്റെ മുത്തല്ലക്ക് നദത്ത്, പിന്നെ സിത്രി മുദാഫിലേഹി, ഇല്ല ഇസ്തിസ്ന ലദാത്ത്, അത് ലിബ്സ, അത് എന്താണ് മുസ്തസ്ന, ഇല്ല കൊണ്ട് മുസ്തസ്ന, അത് മുദാഫാണ്, മുതഫദ്ദിൽ മുദാഫിലേഹി. അപ്പോൾ നമുക്ക് അവിടെ നോക്കി നിങ്ങൾ ഫൻ നൗമു, ഇവിടെ ലി നൗമിൻ എന്നാണ് പറഞ്ഞത്, ലാമ് കൊടുത്തു നോക്കി. ഫൻ നൗം എന്നുള്ളത് നൗമാണ്, ഇവിടെ ഉറക്കമാണ്. ഇല്ലത്തുൻ കാരണം, ലി ഖൽഖി സിയാബ്, വസ്ത്രം അയക്കാനുള്ള കാരണം എന്താ, ഉറങ്ങാൻ വേണ്ടിയല്ല വസ്ത്രം അയക്കുന്നത്. അപ്പോൾ ഉറക്കത്തിന് വസ്ത്രം അയക്കാനുള്ള കാരണം നൗമാണ്. പക്ഷെ വലാകിൻ സമനുൽ ഖൽഇ, ഈ വസ്ത്രം അഴിക്കുക എന്നുള്ള സമയം സാബിഖുൻ അലൈഹി, ഉറക്കത്തേക്കാൾ മുൻകടന്നിട്ടുണ്ട്. ഉറക്കത്തിന് മുമ്പ് ചെയ്യുന്നല്ലേ, രണ്ടൊരു മണിക്കല്ല, ഉറക്കത്തിന് വേണ്ടി എന്താണ് അതിൻ്റെ മുമ്പേ വസ്ത്രം ഊരി വെക്കുകയാണ്. അപ്പോൾ ഈ ഖൽ എന്ന സമന് സാബിഖുൻ അലൈഹി, നൗമിനേക്കാൾ മുൻകടന്നിട്ടുണ്ട്. ഫലിദാലിക്ക, അപ്പോൾ ഇതിൻ്റെ സമനിൽ ഒത്തിട്ടില്ല. ഫലിദാലിക്ക, അത് കാരണത്താൽ ജുറബില്ലാമി, ലാമ് കൊണ്ട് ജറ് ചെയ്യപ്പെട്ടു. മിസാലു, അപ്പോൾ മനസ്സിലായില്ലേ. അതേപോലെ തന്നെ മിസാലു മഫഖദ ഇത്തിഹാദൽ ഫായിലി, ഫായിലിൻ്റെ ഐക്യമാണെന്ന് അറിയാലോ, അതിനെ ഇല്ലാതാക്കിയ ഒന്നിൻ്റെ മിസാൽ, ഉദാഹരണം ഷായറിൻ്റെ ഖൗല് നോക്കി നിങ്ങൾ. قوله وإني لتعروني لذكراك حزة كمن تفض العصفور بلله القطر. ഇത് പറഞ്ഞ ഖായിൽ അബൂ സഖ്റാൻ. നോക്കേതായാലും ഇതൊക്കെ തൊവീൽ ബഹർ നോക്കാം. നമുക്ക് ഇത് ഷുദൂർ ദഹബിലുണ്ട്, ഔദൂഹുൽ മസാക്കിൽ ഉസ്മൂനി ഇബ്നു അഖലൊക്കെ എടുത്തു കൊടുത്തേ. എന്താ ഇനി തീർച്ചയായും ഞാൻ ലതാറൂനി, എനിക്ക് അറായാറു പെട്ടെന്ന് വന്ന് ഭവിക്കുക, എനിക്ക് പെട്ടെന്ന് വന്ന് ഇനി തീർച്ചയായും ഞാൻ ലതാറൂനി, എനിക്ക് പെട്ടെന്ന് സംഭവിച്ചു, ലി ദിക്റാക്കി, നിന്നെ ഓർത്ത കാരണത്താൽ, ഹിസ്സത്തുൻ, ഹിസ്സത്തല്ല ഹസ്സത്താക്ക, ഹിസ്സത്താകുമ്പോൾ ഉന്മേഷം, സന്തോഷം. ഇവിടെ നമുക്ക് ഞെട്ടലാ വേണ്ടിയത്, ഹറക്കത്തിൽ ദിറബ്, അപ്പോൾ ഹസ്സത്ത്. അപ്പോൾ ഇനി തീർച്ചയായും ഞാൻ ലതാറൂനി, എനിക്ക് വന്ന് പൊടുന്നനെ വന്ന് എനിക്ക് ബാധിച്ചു, എനിക്ക് സംഭവിച്ചു, ലി ദിക്റാക്കി, നിന്നെ ഓർത്ത കാരണത്താൽ, ഹസ്സത്തുൻ, എന്താണ് ഒരു ഞെട്ടൽ, അല്ലെങ്കിൽ ഒരു ഞെട്ടൽ, ഒരു വിറയൽ എന്നെ ബാധിച്ചു, പൊടുന്നനെ എന്നെ ബാധിച്ചു. കാരണം എന്താ, നിന്നെ ഓർത്ത കാരണത്താലാണ്. ഏതുപോലെ കമൻ തഫദൽ ഉസ്ഫൂർ, കുരുവി അസ്വസ്ഥമായതുപോലെ, ബല്ലലഹു അൽ ഖത്റു, ഖത്റന മത്തർ, മഴ അതിനെ നനച്ച അവസ്ഥയിൽ, ബല്ലലഹുൽ ഖത്റു ഹാലിയ ജുംല,
മഴ അതിനെ കുരുവിയെ നനച്ച അവസ്ഥയിൽ അത് അസ്വസ്ഥതമായതുപോലെ നിന്നെ ഓർത്ത കാരണത്താൽ പൊടുന്നനെ എനിക്കൊരു വിറയൽ വന്നു ബാധിച്ചു എന്നാ. അപ്പോൾ ഇവിടെ നോക്കി നിങ്ങൾ, ഇവിടെ ഫായിൽ വ്യത്യാസമുണ്ട് നോക്കുക. ഇവിടെ ഇന്ന ദിക്റ, നിന്നെ ഓർത്ത കാരണത്താലാണല്ലോ ആ വിറയൽ എനിക്ക് വന്നത്. അപ്പോൾ ഈ ദിക്ർ എന്നുള്ളതാണ് ഇല്ലത്തുൽ അറവിൽ ഹസ്സ, ഒരു എന്താ ഹസ്സ, എന്താണ് ആ വിറയൽ, ആ വിറയൽ എനിക്ക് പൊടുന്നനെ വന്ന് ഭാവിക്കാൻ, അറുവെന്ന മസ്തർ അറ വന്ന് പെട്ടെന്ന് ബാധിക്കാനുള്ള കാരണം എന്താണ്? നിന്നെ ഓർത്തതാണ്. പക്ഷെ അവ സമനുഹുമ, ഈ രണ്ടിൻ്റെയും കാലം വാഹിദ്, ഒന്നാണ്. കാരണം നിന്നെ ഓർത്ത സമയത്ത് തന്നെ എനിക്ക് പെട്ടെന്ന് എന്ത് ചെയ്തു, വിറയലും വന്നു. രണ്ടും കാലം ഒന്നൊക്കെ തന്നെ. പക്ഷേ വലാക്കിൻ ഇഖ്തലഫ ഫായിലുഹുമ, രണ്ടിൻ്റെയും ഫായിൽ വ്യത്യാസമുണ്ട്. കാരണം ഫായിലുൽ അർവി, ആ വിറയലിൻ്റെ അറിവ് എന്നെ ബാധിച്ചു. ഈ ബാധിച്ച ആളാരാ? ബാധിക്കുന്ന ആൾ ഹസ്സത്ത് ഫായിലാണ്. മനസ്സിലായോ? അതായത് ദിക്റാക്കൻ്റെ ആമിൽ താറുവാണല്ലോ, അതിൻ്റെ മുത്താലിലേക്ക് താറുവാണ്. ആ ദിക്റാക്കൻ്റെ മുത്താലിലേക്ക് താറുവാണ്. അപ്പോൾ ആ താറുവിൻ്റെ ഫായിൽ ആരാണ്? അത് ഹസ്സത്താണ്. വിറയലാണ്, ഹസ്സത്താണ് ഫായിൽ. പക്ഷേ ഫായിലു ദിക്റ, ഈ ദിക്റിൻ്റെ ആളാരാ? അത് മുത്തക്കല്ലിമ, ഹുവൽ മുത്തക്കല്ലിമ, പറയുന്നവനാ. അത് മനസ്സിലായോ? അപ്പോൾ എന്നെ ബാധിച്ച അത് ദിക്റ, അപ്പോൾ അത് രണ്ടും വ്യത്യാസം വന്നു. മനസ്സിലായോ? അപ്പോൾ ഫീലിൻ്റെ ഫായിൽ ഹസ്സത്താണ്, ദിക്റാക്കൻ്റെ ഫായിലും അത് മുത്തക്കല്ലിം, പറയുന്ന ആളാ. മനസ്സിലായോ? അപ്പോൾ ലി അന്ന, തീർച്ചയായും കാരണം ലി അന്ന തക്ദീറ, തീർച്ചയായും തക്ദീർ സങ്കല്പിക്കുക എങ്ങനെ? ലി ദിക്രീയാക്കായി, ഞാൻ നിന്നെ ഓർത്തു എന്ന കാരണത്താൽ. അപ്പോൾ ഫായിൽ വ്യത്യാസം വന്നു. അപ്പോൾ ഫലിദാലിക, കാരണത്താൽ ജുറ ബില്ലാമി, ലാമ് കൊണ്ട് ജെറു ചെയ്യപ്പെട്ടു എന്നാ. അപ്പോൾ അതോടുകൂടി അത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട അൽഫിയിൽ വരും. അപ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ മഫ്ഊലുൽ ലഹുവിന് 3 അവസ്ഥകൾ കാണാം. ഒന്ന് നെക്കിറായിട്ട് വരും. അപ്പോൾ എന്താ, ഇപ്പോൾ ദറബ്തു മുഹമ്മദൻ തഹ്ദീബൻ ലഹു, അപ്പോൾ തഹ്ദീബൻ നെക്കിറായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ചിലപ്പോൾ മുദാഫായിട്ട് വരും. അതസദ്ദഖു, ഞാൻ സദഖ ചെയ്തു, ഇബ്തിഗാ റിദ്വാനില്ലാഹ്, അവിടെ മുദാഫായിട്ട് വരും. അതേപോലെ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, മുദാഫ് എന്താണ് ജാർ മജ്റൂറിൻ്റെ കൂടെ വരും, മജ്റൂറായിട്ട് വരും. ദറബ്തു വലദി ലി തഅദീബിഹി, ഇദാഫത്ത് എന്ന നിലക്ക് ഇദാഫത്തായിരിക്കും. അപ്പോൾ മജ്റൂറായിട്ടും വരും. മജ്റൂറായ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നെക്കിറായിക്കോട്ടെ അല്ലെ മുദാഫായിക്കോട്ടെ, ഏത് നൽകാലും വരും. ലി തഅദീബിഹി എന്ന് വരും ചിലപ്പോൾ, അല്ലെ മുദാഫ് എന്താ അസ്കുത്തു മിൻ ഖശ്യത്തി സലലി, ഖശ്യത്തി മുദാഫായിട്ട് ഇങ്ങനെയൊക്കെ വരും. ഇപ്പോൾ ഫീല് മാത്രം ഇവിടെ പറഞ്ഞിട്ടില്ല, ഫീൽ അല്ലാത്ത അതിൻ്റെ മൈനുള്ള കൂടെ ഇസ്മു ഫായിൽ, സീഗത്തു ബലഗ, ഇസ്മഫൂല്, ഇതൊക്കെ ഫീല് പോലെ അമൽ ചെയ്യല്ലോ. അപ്പോൾ അതൊക്കെ വരും കേട്ടോ. ഇപ്പോൾ ഇസ്മു ഫായിൽ പറയണേ ഖാലിദുൻ മുതസദ്ദിഖുൻ തൊലബ റിദാ ഇല്ല, അവിടെ മുതസദ്ദിഖുൻ ഇസ്മു ഫായിലാണ് വന്നത്. അതേപോലെ സീഗത്തു ബലഗുൽ റഊഫുൻ മിഖ്ദാമുൻ ഫിൽ ജിഹാദി ഇബ്തിഗാ റിദ്വാനില്ലാഹി, മിഖ്ദാം സീഗത്തു ബലഗല്ലേ, ഇബ്തിഗാ അങ്ങനെ വരും. അതേപോലെ തന്നെ എന്താണ് ഇസ്മഫൂല്, ഇപ്പോൾ മുഹമ്മദ് ലഹുവ മഹ്ബൂബുൻ ഇക്റാമൻ ലി അബീ, അങ്ങനെയൊക്കെ മഹ്ബൂബ് ഇസ്മഫൂലായിട്ട് വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരും, അതൊക്കെ മനസ്സിലാക്കുക. പിന്നെ നമ്മൾ പറഞ്ഞില്ല, ഈ ഷർത്തുകളൊക്കെ ഒത്താൽ തന്നെ ജറിൻ്റെ അർഫ് കൊടുക്കുന്നതിനെ കൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഒക്കെ അൽഫിയിൽ വരുന്നുണ്ട്. വലൈസ വഹുവ ബിമാ യഅമലു ഫീഹി മുത്തഹിദ് വഖതം വഫായിലൻ വൈൻ ഷർതു ഫുഖിദ പറഞ്ഞ ഇബ്നു മാലിക് പറയുന്നുണ്ട്. ഫജ്റുഹു ബിൽ ഹർഫ് കൊണ്ടെങ്കിൽ ജറ് ചെയ്യണം. എന്താണ് ഷർത്ത് നഷ്ടപ്പെട്ടാൽ എന്നാ വലൈസ യംതനി മഅ ശുറൂതി കലി സുഹുദിൻ ദാഖനി, ഷർത്തോട് കൂടെ തന്നെ ഷർത്തുള്ളപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യുക, ലാ കൊടുക്കുക. ലാ കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അങ്ങനെ വരും. പിന്നെ അവിടെ പറയുന്നുണ്ട് ഈ അല്ലില്ലാത്ത മഫ്ഊലുൽ ലഹു, ഈ അല്ലില്ലാത്ത മഫ്ഊലുൽ ലഹു അതിനോട് ജറിൻ്റെ ഹർഫ് കൂടൽ ഉണ്ടാവൽ അത് ഖലീലാണ്. നേരെ മറിച്ച് അല്ലുള്ളതിനോട് അല്ലുള്ള മഫ്ഊല് അല്ലുള്ള മഫ്ഊൽ ലഹു ആണെങ്കിൽ അതിനോട് ജറിൻ്റെ ഹർഫ് ഉണ്ടാവലാണ് അധികരിച്ചു, താലീലിൻ്റെ ഹർഫ് ഉണ്ടാവലാണ് ഉണ്ടാവുക. മനസ്സിലായി നിങ്ങൾക്ക്? അതായത് ഈ അല്ലിനെ തൊട്ട് അല്ലില്ലാത്ത മഫ്ഊൽ ലഹു ആണെങ്കിൽ താലീലിൻ്റെ ഹർഫ് വരിക എന്നുള്ളത് ഖലീലാണ്. അല്ലുള്ള മഫ്ഊൽ ലഹു ആണെങ്കിൽ താലീലിൻ്റെ ഹർഫ് ഉണ്ടാവലാണ് അധികരിച്ചത്, ഇല്ലാതിരിക്കൽ ഖലീൽ. ഇബ്നു മാലിക് പറഞ്ഞിട്ടുണ്ട് വഖല്ല അൻ യസ്ഹാബഹുൽ മുജറദു, കണ്ട
ഈ അല്ലിനെ തൊട്ടൊഴിവായ മഫൂലു ലഹുവിനോട് തലീലിൻ്റെ ഹർഫ് സഹവസിക്കൽ ഖലീലാണ്. വൽ അക്സു നേരെ തിരിച്ച്, അല്ല അക്സ് നേരെ തിരിച്ച് പറഞ്ഞ ഏതാ? ഫി മസ്ഹൂബി അൽ, അല്ലുള്ള മഫൂലു ലഹൂലി നേരെ തിരിച്ചാണ്. അത് ഉദാഹരണം കൊടുക്കേണ്ട ഫിലിം അൻഷദു ലാ അഖൂദുൽ ജുബ്ന, അൽ ജുബ്ന ആണോ, അൽ ജുബ്ന ഭീരുത്വം കാരണത്താൽ. അല്ലിന്നിട്ടും ലാമില്ല, പക്ഷെ അത് ഖലീലാണ്. അല്ലുണ്ടെങ്കിൽ ഇന്ന് ലാം ഉണ്ടാവില്ലാണ്. അപ്പോൾ ദറബ്തു ഇബ്നി, എൻ്റെ മകനെ ഞാൻ അടിച്ചു, ലിത്തഅദീബി, അതാണ് അധികരിച്ച് ലിത്തഅദീബി. അല്ലാണ്ട് അത്തഅദീബ എന്ന് പറയുന്നതിൽ അധികരിച്ച് ലാമ് കൊടുക്കലാണ് തലീലിൻ്റെ, ലിത്തഅദീബി തലീലിൻ്റെ ഹർഫ്. നേരെ മറിച്ചും അല്ലാതിരിക്കുമ്പോൾ ദറബ്തുഹു ലിതഅദീബിൻ ലാമ് കൊടുത്ത് പറയുന്നത് ഖലീലാണ്. ഇൻഷാ അല്ലാഹ്. ബാറകല്ലാഹു ഫീക്കും. ബാക്കിയൊക്കെ മനസ്സിൽ പഠിക്കുക. ജസാക്കുമുല്ലാഹു ഖൈറ.